മക്കാബിയരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം. ഉന്നത ന്യായാധിപതിയും കുലീനനും വയോധികനുമായ ഏലിയാസാർ എന്ന മഹാഗുരുവിനെ തനിക്ക് നിഷിദ്ധമായ മാംസം ഭക്ഷിക്കാൻ രാജശാസനം മൂലം പടയാളികൾ നിർബന്ധിക്കുന്നു. അദ്ദേഹം അതിന് വഴങ്ങാതിരിക്കുന്നു. ഒടുവിൽ അദ്ദേഹത്തോട് ചിരകാല പരിചയമുള്ള ചില ആളുകൾ അദ്ദേഹത്തിൻ്റെ സമീപമെത്തി ഒരു ഉപായം പറഞ്ഞു കൊടുക്കുന്നു. താങ്കൾ ഈ മാംസം ഭക്ഷിക്കണമെന്നില്ല, പിന്നെയോ ഈ മാംസം ഭക്ഷിക്കുന്നതായി അഭിനയിക്കുക മാത്രം ചെയ്താൽ മതിയാവും. അങ്ങനെ മരണശിക്ഷയിൽ നിന്ന് താങ്കൾക്ക് രക്ഷപ്പെടാം എന്ന് ഉപദേശിക്കുന്നു. അപ്പോൾ ഏലിയാസാർ എന്ന മഹാഗുരു നൽകുന്ന മറുപടി ഇപ്രകാരമാണ്: നമ്മുടെ ഈ പ്രായത്തിന് ഈ അഭിനയം ചേർന്നതല്ല. ഏലിയാസാർ 90-ാം വയസ്സിൽ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കും. ഒരല്പകാലം കൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി എൻ്റെ ഈ അഭിനയം മൂലം ഞാൻ അവരെ വഴിതെറ്റിക്കുകയും എൻ്റെ വാർദ്ധക്യം പങ്കിലവും അപമാനിതവും ആക്കുകയും ചെയ്യും. തൽക്കാലത്തേക്ക് മനുഷ്യശിക്ഷയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാലും സർവശക്തൻ്റെ കരങ്ങളിൽ നിന്ന് ജീവിച്ചാലും മരിച്ചാലും രക്ഷപ്പെടുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഏലിയാസാർ മരണത്തെ സധൈര്യം സ്വീകരിക്കുന്നത്. തിരുവെഴുത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയാണ് ആ അധ്യായം അവസാനിക്കുന്നത്: യുവാക്കൾക്ക് മാത്രമല്ല, തൻ്റെ ജനത്തിന് മുഴുവൻ തൻ്റെ മരണത്താൽ ശ്രേഷ്ഠ മാതൃകയും ധീരതയുടെ സ്മാരകവും നൽകി. ഏറ്റവും പ്രചോദനാത്മകമായ ഒരു നേതൃത്വ ശൈലിയെക്കുറിച്ചാണ്, നിലപാടുകളിൽ നിന്ന് മാറ്റമില്ലാതെ ദൈവാശ്രയത്തിൻ്റെ സനാതന മാതൃകയായി നിലനിന്നുകൊണ്ട് തന്നെ ഭരമേൽപ്പിക്കുന്ന ജനത്തിന് നിരന്തരം പ്രചോദനമാകുന്ന രീതിയിൽ നേതൃത്വം നൽകുവാനുള്ള ഒരു പ്രേരണയാണ് ഈ ഒരു വേദഭാഗം നമുക്ക് സമ്മാനിക്കുന്നത്. നിർഭാഗ്യവശാൽ നേതൃത്വത്തിൻ്റെ മൂല്യശോഷണത്തെക്കുറിച്ച് എല്ലാ തലങ്ങളിലും ആളുകൾ പരിഭവപ്പെടുന്ന ഒരു കാലമാണ്. പൊതുജീവിതത്തിൻ്റെ നാഥന്മാരെന്ന് കരുതുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ അന്തസ്സാര ശൂന്യത ഈ കാലത്തെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അഭയപ്പെടാൻ ഒരു ആദർശമോ പ്രത്യയശാസ്ത്രമോ മാതൃകാ പുരുഷനോ ഇല്ലാതെ വല്ലാതെ ഭയപ്പെടുന്ന ഒരു കാലമാണ്. ഇണയായോ തുണയായോ ഗുരുവായോ അന്തസ്സുള്ള ഒരാത്മാവിനെ പോലും കണ്ടുകിട്ടുന്നില്ല എന്നുള്ള പരിഭവം നമ്മുടെ കാലത്തെ എഴുത്തുകാരൊക്കെ പങ്കുവയ്ക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെയാണ് തൻ്റെ ജനത്തിന്മേൽ കർത്തൃത്വം നടത്തുവാനായി പ്രിയപ്പെട്ട ഈ ശമ്മാശൻ ഇന്ന് നിയോഗിക്കപ്പെടുന്നത്. നിർബന്ധത്താലല്ല, ഉന്മേഷത്താൽ ദൈവാശ്രയത്തോടുകൂടി ഈ ശുശ്രൂഷ നിർവഹിക്കാൻ എങ്ങനെയാണ് ഈ പ്രിയപ്പെട്ട ശമ്മാശന് സാധ്യമാവുക എന്നാണ് അദ്ദേഹം ഇന്നു മുതൽ തൻ്റെ ജീവിതത്തിൽ അന്വേഷിക്കുന്നത്. ഗ്രിഗറി ദ തിയോളജിയൻ പറഞ്ഞു വച്ചിരിക്കുന്ന മനോഹരമായൊരു പാഠം പൗരോഹിത്യത്തെക്കുറിച്ചുണ്ട്. ഇത് കലകളിൽ വെച്ച് ഏറ്റവും വലിയ കലയും ശാസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ശാസ്ത്രവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു. തുടർന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്: For him, the success of a ministry depends on one's degree of love and attachment to the chief pastor
Jesus Christ. In other words, a shepherd must first be shepherded by Christ to become capable of shepherding others. സാക്ഷാൽ നല്ല ഇടയനായ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ഒരു പുരോഹിതന് മാത്രമാണ് തൻ്റെ ആടുകളെ നേരാം വിധം സത്യത്തിലേക്കും നീതിയിലേക്കും പാപബോധത്തിലേക്കും പരിശുദ്ധാത്മ പ്രേരണയാൽ നയിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് അദ്ദേഹം തൻ്റെ എഴുത്തിൽ തുടർന്ന് വിശദീകരിക്കുന്നു. മഹാനായ വിശുദ്ധ ബസേലിയോസ് പറയുന്ന ഒരു വാക്യം കൂടി ചേർത്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം മോശയെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം സങ്കീർത്തനങ്ങളുടെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെ വായിക്കും: Where did Moses get his extraordinary grace? മോശയ്ക്ക് എങ്ങനെയാണ് അസാധാരണമായ ഒരു മുഖലാവണ്യം, തേജസ് പ്രാപിക്കുവാൻ ഇടയായത്? Certainly not from his studies in Egypt's learned schools. ഈജിപ്തിലെ വലിയ സർവകലാശാലകളിൽ നിന്ന് തൻ്റെ യൗവനകാലത്ത് മോശ നേടിയ വിദ്യാഭ്യാസം കൊണ്ടല്ല ഈ അത്യപൂർവമായ മുഖതേജസ് മോശ എന്ന വലിയ പ്രവാചകന് ലഭിക്കുന്നത്. അത് അത്രയൊന്നും സഹായകരമായില്ല എന്നാണ് അദ്ദേഹം തുടർന്ന് എഴുതുന്നത്. They were unable with the wisdom of this world to offer such heavenly insights and divine aspirations. It was rather the Spirit of God. ദൈവാത്മാവാണ് മോശയെ ഇത്തരമൊരു ഗുണപരമായ പരിണാമത്തിലേക്ക് നയിക്കുന്നത്. This was the source of his leadership during 40 years in the desert. പിന്നീടുള്ള തൻ്റെ മിനിസ്ട്രിയുടെ, തൻ്റെ ഇടയ ശുശ്രൂഷയുടെ 40 വർഷത്തെ ദൈർഘ്യകാലത്ത് ആ ശുശ്രൂഷയെ പെറുപെറുപ്പുകൾക്കിടയിൽ, ആരോപണങ്ങൾക്കിടയിൽ, വലിയ ആത്മസംഘർഷങ്ങൾക്കിടയിൽ നിർവഹിക്കാൻ മോശയെ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിനുണ്ടാകുന്ന ആ വലിയ ദർശനമാണ്. The study of the divine words needs a whole life as is seen in the example of Moses എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. തൻ്റെ നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവം മോശയ്ക്ക് നൽകിയ ഒരു ദർശനമുണ്ട്. ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൾപ്പടർപ്പിൽ ഈ പ്രകൃതിയിൽ ദൈവത്തിൻ്റെ മുഖത്തെ ദർശിക്കുവാൻ തക്കവണ്ണമുള്ള ശാന്തസുന്ദരമായ ഒരു മനസ്സ്. ആ ധ്യാനത്തിങ്കലാണ് അവൻ്റെ ഉള്ളിൽ തീ കത്തുന്നത്. പിന്നെ അവൻ്റെ കണ്ണുകളിൽ പ്രകാശമാണ്. കണ്ണുകളിൽ പ്രകാശമുള്ളവൻ നോക്കുന്നിടത്തെല്ലാം വെളിച്ചമുണ്ടാകും. വെളിച്ചം കാണാൻ ശേഷിയുള്ള മനുഷ്യർക്ക് മാത്രമേ ഈ ലോകത്തിൽ ഗുണപരമായ നിലയിൽ ആളുകളോട് സംവദിക്കാനും അവർക്ക് ചൂടും വെളിച്ചവും നൽകാനും പറ്റുകയുള്ളൂ എന്ന് തുടർന്നുള്ള എഴുത്തുകളിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്.